ഹലോ, അങ്ങനെ ഞങ്ങള് നാട്ടിൽ നിന്ന് ചൈനയില് തിരിച്ചെത്തി കേട്ടോ. അപ്പൊ ഞങ്ങളെ കൂട്ടാൻ വേണ്ടി ഷാങ്ഹായ് എയർപോർട്ടില് നമ്മുടെ ഒരു ഡ്രൈവർ ബെൻസിന്റെ മേബാക്ക് കാറൊക്കെ ആയിട്ടാണ് വന്നത്. അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഷാങ്ഹായിൽ നിന്ന് വീട്ടിലോട്ട് പോവുകയാണ്. അതിനു മുന്നേ നാട്ടിൽ നിന്ന് ഞങ്ങൾ വന്ന കുറച്ച് വഴികൾ കാണിച്ചു തരാം. എന്റെ വീട് കൊട്ടിയൂർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൊട്ടിയൂരിൽ നിന്ന് വയനാട് വഴി താമരശ്ശേരി ചുരമിറങ്ങി കോഴിക്കോടോട്ടാണ് വന്നത്. ഇത് താമരശ്ശേരി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ഈ ഒരു വഴിയെ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ഈങ്ങാപ്പുഴയിലാണ് എത്തിയത്. ഈങ്ങാപ്പുഴയില് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് നമ്മൾ എത്തിയത്. അവിടെ നിന്ന് നമ്മൾ ഒരു റിസോർട്ടിലോട്ട് പോയട്ടോ. സജീഷ് നമുക്ക് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മള് ഈ രാത്രി ഈ റിസോർട്ടിൽ തങ്ങാന്ന് വിചാരിച്ചു. ശരിക്കും അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ. അവിടുത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല കോടമഞ്ഞ് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പൊ രാത്രിയിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി ഹസ്ബൻഡ് ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ പ്രാക്ടീസ് ചെയ്തതാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ആയിരുന്നു. സ്വിമ്മിംഗ് പൂളില് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ ആയിരുന്നു. രാത്രിയിൽ ഇതുപോലെ ഡാൻസ് കളിയും അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റപ്പം എന്താ വ്യൂ നോക്കിക്കേ. അത് ഈ പൈപ്പിൽ നിന്ന് മൗണ്ടനിൽ നിന്ന് വരുന്ന വെള്ളത്തിലുള്ള ഒരു കുളിയും ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. രാവിലെ കുളിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് പറയാതിരിക്കാൻ വയ്യ. ഇതാണ് അവിടെ നിന്ന് മൊത്തത്തിലുള്ള ഒരു വ്യൂ. ഈ ഒരു റിസോർട്ട് ഉള്ളത് ഒരു കുറെ പടത്തില് വില്ലൻ വേഷത്തില് ആക്ട് ചെയ്ത ഒരാളുടെ ആന്ന് പറഞ്ഞു. ആളുടെ പേര് ഞാൻ മറന്നു കേട്ടോ. ശരിക്കും ഇവിടെ കുറെ റിസോർട്ടുകളുണ്ട് ഇയാൾക്ക് തന്നെ. ശരിക്കും അവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് നമ്മള് കാലിക്കറ്റ് എയർപോർട്ടിന് അവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ അടിപൊളി ഊണായിരുന്നു ചെറിയ പൈസക്ക്. അവിടെ നിന്നും കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടില് ഞങ്ങൾ അനിലൊക്കെ കൊണ്ടിട്ടു. അവിടുന്ന് ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഇവിടുന്ന് ബോംബെയിലോട്ടാണ് ഫ്ലൈറ്റ്. അപ്പോൾ അങ്ങനെ ഞാനിപ്പം ബോംബെയിലാണുള്ളത്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ ഫ്ലാറ്റിലാണ് കേട്ടോ താമസിക്കുന്നത് ബോംബെയിൽ. അപ്പം ബോംബെയിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ. അങ്ങനെ രാവിലെ ബോംബെയിൽ എഴുന്നേറ്റിട്ട് അവരുടെ പട്ടിക്കുട്ടീനെയൊക്കെ കൊണ്ട് വെറുതെ ഒരു നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ ബോംബെനെ കുറിച്ച് എനിക്ക് ഭയങ്കര കാഴ്ചപ്പാടായിരുന്നു. പക്ഷേ വേറൊന്നുമല്ല, ഭയങ്കര ട്രാഫിക്കും അതൊക്കെ കണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ഒത്തിരി ട്രാഫിക് ആയിരുന്നു അവിടെ. ഞങ്ങൾ ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരത്തിലെത്താൻ വേണ്ടി 1.5 മണിക്കൂറുകളോടെ എടുത്തു കേട്ടോ. അതിനുശേഷം അവിടെ ഞങ്ങള് വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മള് ബോംബെ എയർപോർട്ടിലോട്ട് പോവാണ്. എയർപോർട്ടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ബോംബെ എയർപോർട്ടിൽ നിന്ന് വിയറ്റ്നാം എയർലൈൻസ് വഴി വിയറ്റ്നാമിൽ വന്നിട്ട് വിയറ്റ്നാമിൽ നിന്ന് ഷാങ്ഹായിലോട്ടായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഷാങ്ഹായി അല്ല, ഹാൻസോ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു നമുക്ക് ഇറങ്ങേണ്ടത്. പക്ഷെ നമുക്ക് ഫ്ലൈറ്റ് ബോംബെന്ന് ആയതുകൊണ്ട് തന്നെ ഷാങ്ഹായിക്കായിരുന്നു ബെറ്റർ ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഷാങ്ഹായ് തന്നെ എടുത്തു. എന്തായാലും നമ്മൾ ബോംബെ എയർപോർട്ടിൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറി. എവിടെ പോയാലും വെയിറ്റിന്റെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവും. ഏകദേശം അതെല്ലാം പരിഹരിച്ച് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. അങ്ങനെ ബോംബെയിൽ നിന്നും വിയറ്റ്നാമിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് നമുക്ക് ഫ്ലൈറ്റിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമുക്ക് കിട്ടിയ ഫുഡ്. ഒരു സാൽമൺ ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൂട്ട്സും ബണ്ണും അങ്ങനെയൊക്കെ. ഇതാട്ടോ എയർലൈൻസ്, നല്ല എയർലൈൻസ് ആണ് കേട്ടോ. ശരിക്കും അങ്ങനെ ഞങ്ങള് വിയറ്റ്നാമിൽ ഇറങ്ങി. അവിടെ കുറെ നേരം 3 hours വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഷാങ്ഹായിലോട്ടുള്ള അടുത്ത ഫ്ലൈറ്റിൽ കയറി. ആ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയത് ബീഫ് കറിയും നൂഡിൽസും ഫ്രൂട്ട്സും അതൊക്കെയായിരുന്നു. ആ ഫ്ലൈറ്റിൽ കയറിയപ്പോ ശരിക്കും ഒരാൾ അപ്പുറത്തുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അവിടെ കിടന്ന് നന്നായിട്ട് ഉറങ്ങി. അതുകൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാങ്ഹായ് എത്തിയത് അറിഞ്ഞില്ല, പെട്ടെന്ന് എത്തിയതുപോലെ തോന്നി. ഏകദേശം 9 മണിക്കൂർ ഉണ്ടായിരുന്നു ടോട്ടൽ ഫ്ലൈയിങ് അവേഴ്സ്. എന്തായാലും ഷാങ്ഹായിലെത്തി. ഈ ഫ്ലൈറ്റില് എയർ ഹോസ്റ്റസ് ധരിക്കുന്നത് ചുരിദാർ പോലത്തെ ഡ്രസ്സാട്ടോ. ഞാൻ വേറൊരു എയർലൈനിലും അങ്ങനെ കണ്ടിട്ടില്ല.
ശരിക്കും ചുരിദാറാണ് ഇവര് ധരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഷഹായി എത്താനായപ്പോഴത്തേനും പെട്ടെന്ന് എത്തിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. എല്ലാവരും ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു, ഷഹായില് ഇറങ്ങിക്കഴിയുമ്പോ പുതിയ വൈറസ് ഉണ്ട് ചൈനയില്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാന് എയർപോർട്ടിൽ ഇറങ്ങിയപ്പം അതിന്റെ ഒരു ലക്ഷണങ്ങളും ഇല്ല. ഇവിടെ ഉള്ളവർ ആരും അറിഞ്ഞിട്ട് പോലും ഇല്ല ഇങ്ങനെയൊരു ഇതുണ്ടെന്നുള്ള, വൈറസ് ഉണ്ടെന്നുള്ള കാര്യം. നമ്മളെ കണ്ടപ്പോഴത്തേനും പാവം നമ്മുടെ ഡ്രൈവർ ഓടി വന്ന് നമ്മുടെ ബാഗെല്ലാം എടുത്തോണ്ട് അങ്ങനെ നമ്മൾ കാറിൽ കയറി ഇരിക്കുകയാണ്. ശരിക്കും നിങ്ങൾ ഓർത്ത് നോക്കി, ഇത്രയും വലിയൊരു കാറുള്ള ഒരാളാണ് കേട്ടോ ഡ്രൈവറായിട്ട് ശരിക്കും വരുന്നത്. മമ്മൂട്ടിയുടെ കാറൊക്കെ പോലത്തെ കാർ കേട്ടോ, ബെൻസിന്റെ മേബാക്ക്. ഇവിടെയുള്ളവർ അത്ര സിമ്പിളാ. അയാൾ കണ്ടില്ലേ നമ്മുടെ ബാഗെല്ലാം എടുത്തോണ്ട് എത്ര സിമ്പിളായിട്ടാ വന്നത്. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. നമ്മളൊരു 17 വർഷമായിട്ട് പുള്ളിനെ തന്നെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഹസ്ബൻഡ് വരുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് പുള്ളിക്കാരന്റെ ബെൻസ് എടുത്തിട്ട് വന്നതാ. ശരിക്കും ഷാഹായ് നഗരത്തിലെത്തിയപ്പോൾ അവിടെ നിന്നുള്ള ഒരു കാഴ്ച നിങ്ങൾ കണ്ടില്ലേ, ട്രാഫിക്കും കാര്യങ്ങളും ഒന്നുമില്ല, നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റോഡ്. ഇതുപോലെയുള്ള റോഡുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടിലെ റോഡുകളൊക്കെ ഓർക്കുമ്പോൾ ഒരു സങ്കടം വരും കേട്ടോ. ഇതാണ് ഷാഹായ് നഗരത്തിന്റെ പുറത്തു നിന്നുള്ള ഒരു കാഴ്ച. ഒരുപാട് കാഴ്ചകളുണ്ട് കാണിക്കാൻ വേണ്ടി, അപ്പത്തേനും വീഡിയോ ലോങ് ആയി പോയാലോ വിചാരിച്ച് ഞാൻ കൂടുതൽ ഷാഹായ് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്യാം. പക്ഷെ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ചൈനയില് പുതിയ വൈറസ് ഉണ്ട് അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇവര് ഈ വൈറസിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവര് മലയാളമൊക്കെ വായിക്കാനൊക്കെ പഠിക്കണ്ടേ, എന്നാലല്ലേ ഇവർക്ക് ഈ വൈറസിന്റെ സീരിയസ്നെസ് ഒക്കെ മനസ്സിലാവുള്ളൂ. ഇവിടെ ഉള്ളവർക്ക് അതിനെക്കുറിച്ചൊന്നും അവരത്ര ബോധേഡ് അല്ല. കാരണം വെച്ചാല് അവർക്ക് ആ വൈറസിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ രാജ്യങ്ങളിലും ഈ തണുപ്പ് കാലമാകുമ്പോൾ ഒരു ജലദോഷവും പനിയൊക്കെ വരുമല്ലോ, അതുപോലെ ഇവിടെ ഉള്ളവർക്ക് ഒരു ജലദോഷവും പനിയുണ്ട്. അത് ഈവൻ ഒരു മാസം മുമ്പ് ഞാൻ ചൈനയിൽ നിന്ന് പോയപ്പോൾ ഈ ചൈനയില് തണുപ്പ് തുടങ്ങിയായിരുന്നു. അപ്പൊ അന്നപ്പോ എനിക്കും നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഈ ജലദോഷവും പനിയും വന്നു. അതൊരു 4 days 5 days കൊണ്ട് അതങ്ങ് കുറയും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ആൾക്കാരെ ഇതുപോലെ ഭീതിയിലാക്കുന്ന യാതൊരു തരത്തിലുള്ള വൈറസുകളും ചൈനയിലില്ല. അതൊക്കെ എന്തൊക്കെയല്ലേ മീഡിയാസ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. ശരിക്കും എന്തിനാല്ലേ ഇതുപോലെ ആൾക്കാരെ പേടിപ്പിക്കുന്നത്? ഒരുപാട് പേരൻസ് നാട്ടിലായിരുന്നപ്പോ എന്നെ വിളിച്ചിട്ട് ചോദിച്ചിരുന്നു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ചൈനയില് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചിരുന്നു. അവരൊക്കെ എത്ര വിഷമിക്കുന്നുണ്ടാവും. ആൾക്കാരൊക്കെ മീഡിയ ഒക്കെ ഇതുപോലെ ഓരോരോ ന്യൂസുകൾ ഇടുമ്പോ ഇതിന്റെ പുറകിൽ എത്ര ആൾക്കാർക്ക് വിഷമം ഉണ്ടാവും. ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് അവർക്ക് വരാൻ പറ്റാതെ വരും. അതുപോലെ തന്നെ ഇപ്പൊ നാട്ടിലോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അവരൊക്കെ നാട്ടിൽ ചെല്ലുമ്പോൾ അവരോടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ അതൊക്കെ ഒത്തിരി വേദന ഉണ്ടാക്കുന്ന കാര്യമല്ലേ. അപ്പം എന്തായാലും കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.